ഏകദേശം 2006 ഒരു 10-20 വർഷം മുമ്പ് നടന്നൊരു സംഭവം. ഒരു ക്ഷേത്രം, അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ അവിടെ ഉത്സവം നടക്കുക. ആ ക്ഷേത്രത്തിന്റെ ഉത്സവം നടക്കുക. അപ്പൊ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് അവിടെ അലങ്കാരങ്ങളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ അവിടെ കയറി ചെല്ലുന്ന നട അല്ലെങ്കിൽ ആ പടിയുടെ അവിടെ അലങ്കരിക്കാനെ കൊണ്ട് കുർത്തോലകളൊക്കെ കെട്ടിക്കഴിഞ്ഞ് പനയോല വേണം ആർച്ച് കെട്ടാനായി. അങ്ങനെ പനയോലൊക്കെ ആയിട്ട് കുറച്ച് ചെറുപ്പക്കാര്, ഒരു 7 ചെറുപ്പക്കാര് ആ അമ്പലത്തിന്റെ കിഴക്കേ സൈഡിലേക്ക് ഇറങ്ങി ചെല്ലുക. മലയാണ്, മലയുടെ താഴ്വശത്ത് അവിടെ ഭീകരമായ വലിയൊരു പാറയുണ്ട്. ആ പാറയുടെ സൈഡിലേക്കാണ് ഈ പന നിൽക്കുന്നത്. അപ്പോൾ അന്ന് നല്ല നിലാവുള്ള സമയം. ആ പാറ ഒരു കറുത്ത ആന പോലെയാണ് നമുക്ക് കാണുന്നത്. ഇപ്പൊ പഴയ കുറച്ച് ടോർച്ചും നമ്മുടെ പഴയ ബാറ്ററി ടോർച്ചും അതുപോലെ കീപാട് പോകുന്നുണ്ട്. അതിന്റെ വട്ടത്തിനാണ് ഈ ചെറുപ്പക്കാരാണ് പോകുന്നത്. കണ്ടാൽ തന്നെ നമുക്കൊരു ഭീകരമായ ഒരു അന്തരീക്ഷമാണ്. അതായത് കറുത്ത പാറ ഇങ്ങനെ ആന പോലെ നിൽക്കുന്നത്, അതിന്റെ സൈഡിലായിട്ട് വലിയൊരു പാന, അതിന്റെ പുറകെ നിലാവിന്റെ വെളിച്ചം, എല്ലാം കൂടി ആകെപ്പാടെ ഒരു ഭീകരമായ അന്തരീക്ഷം. അതിന്റെ അടുത്ത് ചെന്നപ്പോഴത്തേന് ഒരു കൂട്ടുകാരൻ ഒരു അനുഭവം എടുത്ത് പല ഇങ്ങനെ കൊത്തി, പക്ഷെ അത് കൊത്തു കൊണ്ടില്ല, കൊത്തു കൊള്ളാതെ ഒരു പാറപ്പുറത്ത് കൊണ്ടതുപോലെ തെറിച്ചത്. അത് കണ്ടപ്പോ ചെറിയൊരു ഭയം എല്ലാവർക്കും തോന്നി. ഓൾറെഡി ഭയത്തോടുകൂടിയാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ ഒരു കൂട്ടുകാരൻ കയ്യിലുണ്ടാകുന്ന ചെറിയ ടോർച്ചിൽ ഭംഗി വിളിച്ചമാണെങ്കിൽ അത് മുകളിലേക്ക് മെല്ലിങ്ങനെ അടിച്ചു നോക്കിപ്പോ ഒരു ഭീകരമായ സത്വമാണ് തിരികെയാണ്. രണ്ട് തിളങ്ങുന്ന കണ്ണുകൾ, ഒരു ചെറിയ മൂക്ക് താഴോട്ട് ഇറങ്ങി വരിക. അത് കണ്ടതല്ല, എല്ലാവരും കൂടി ഒറ്റ ഓട്ടം. ഒരു ആക്കം ഇറങ്ങിയാണ് വന്നത്. ഈ കേട്ടൻ കയറി തിരിച്ച് ഒറ്റ ഓട്ടമായി. കയ്യിലുണ്ടായിരുന്ന ഒരുപാടും എല്ലാം ഭയങ്കര പേടിയായിരിക്കും. എല്ലാം കയ്യിലുള്ള ഒരുപാട് എല്ലാ കാര്യങ്ങളുണ്ട്, ഇതിൻ്റെതായ പേടിയും. അങ്ങനെ കുറച്ചു നേരം ചെന്ന് മേളിൽ ചെന്നവര് തളർന്ന് അവരവിടെ ഇരിക്കുക. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും വേർത്ത് കുളിച്ച് നാശമായി. അതിലർത്ഥം പറഞ്ഞു നമ്മളിങ്ങനെ പേടിച്ചോട്ട് കാര്യമില്ല. അതെന്താണ് സംഭവം നമുക്കറിയണം. ഇവരുടെ ജീവിയാണോ, പ്രേതമാണോ, ഭൂതമാണോ, എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് പോയാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ അവർ അവിടെ ഉണ്ടായിരുന്ന കപ്പും പൊടിയൊക്കെ വെട്ടി അതൊക്കെ തിരിച്ചു പോകാൻ എല്ലാവരും കൈ കാലം വിറക്കുകയാണ്. എന്താണ് അറിയണ്ടേ? അപ്പൊ ഇവരങ്ങോട്ട് ചെല്ലുകയാണ്. ചെല്ലുന്നുണ്ടെ അവർക്ക് തോന്നി ചീവിടുകളുടെ ശബ്ദം കൂടി വരുന്നതായിട്ട് തോന്നി. അവരുടെ ചുറ്റിനും ആൾക്കാർക്ക് നിൽക്കുന്നതായിട്ടൊരു തോന്നൽ. എന്തൊക്കെയോ ശബ്ദങ്ങൾ, എന്തൊക്കെയോ ഇത് വിളിച്ചുപോലൊക്കെ ഇത് നമുക്ക് തോന്നുകയാണല്ലോ. പേടിയ ഉള്ളിൽ ഭയമാണ്. അപ്പോൾ വിറക്കുന്ന കൈയോടെ ഒരു കൂട്ടുകാരൻ മുകളിലേക്ക് തോർച്ചടിച്ച് നോക്കിയപ്പോൾ സംഭവം എത്രയേ ഉള്ളൂ. ഒരു പനയോലയുടെ കയ്യ് താഴെ തൂങ്ങിക്കിടക്കുകയാണ്. പനയോലയ്ക്ക് തിളങ്ങുന്ന ഒരു വെളുത്ത സംഭവമാണ്. അതാണ് രണ്ട് കണ്ണായിട്ട് കണ്ടത്. ആശ്വാസം. കാരണം ഈ ഒരു ചെറിയ സാധനം കണ്ടിട്ട് വിളിച്ചു പോയിക്കൊണ്ട് ഓടി. ആ ഓടിയ പോക്കിന് നമുക്ക് എന്താണ് സംഭവിക്കുക? തിരിച്ചൊക്കെ നോക്കിയില്ലായിരുന്നെങ്കിൽ നാളെ അത് അവിടെ ഒരു കഥയായി. അതായത് ഭൂതത്തെ കണ്ടെന്നോ, സാത്താനെ കണ്ടെന്നോ, അല്ലെ പ്രേതത്തെ കണ്ടെന്നോ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊരു കഥയായിട്ട് അത് മാറിയേ. അങ്ങനെ മാറാതെ അത് തിരിച്ചു നിന്ന് നോക്കി അത് ഇന്നതാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കും ഒരു ആശ്വാസമായി. ആവശ്യമില്ലാത്തൊരു കഥയും അവിടെ ഉണ്ടാകാതെ. ഇത്രയേ ഉള്ളൂ പല കാര്യങ്ങളും. നമ്മൾ അത് കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. കണ്ടെത്താതിരിക്കുന്ന പല കാര്യങ്ങളും, നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്ന പല കാര്യങ്ങളുമാണ് ഇന്നും ഭൂതമായും പ്രേതമായും കറങ്ങുന്നതെന്നാണ് തോന്നുന്നത്.